നമസ്കാരം. ക്രാക്ക് JRFന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ചോദ്യപേപ്പറിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനമായി ഡിസ്കസ് ചെയ്തത് ഈ ചോദ്യമായിരുന്നു. മലയാള ഭാഷയുടെ വികാസ പരിണാമവുമായി ബന്ധപ്പെട്ട ഭാഷാ സംക്രമണവാദം അവതരിപ്പിച്ച പണ്ഡിതൻ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം CL ആന്റണിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യപേപ്പറിന്റെ അവസാനം ഇതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ചോദ്യം ഓരോന്നും വിശദീകരിച്ച് അതിന്റെ ഓപ്ഷൻ ഓരോന്നും വിശദീകരിച്ച് ഇടാൻ ശ്രമിക്കാം. അടുത്ത ചോദ്യം, മണിപ്രമാള ലഘു കാവ്യങ്ങൾ തന്നിരിക്കുന്നത് വൈശികതന്ത്രം, കൗണോത്തര, ചെറിയച്ചി, ചന്ദ്രോത്സവം, മല്ലി നിലാവ്. മണിപ്രവാള ലഘു കാവ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ABC മാത്രം, BCD മാത്രം, BCE മാത്രം, ABE മാത്രം. ഉത്തരം എഴുതാൻ ശ്രമിക്കുക. മണിപ്രവാള ലഘു കാവ്യങ്ങൾ എന്ന് പറയുമ്പോൾ കൗണോത്തര, ചെറിയച്ചി, മല്ലി നിലാവ് എന്നുള്ള ഉത്തരം വരുന്ന ഓപ്ഷനാണ് ശരിയായി വരേണ്ടത്. ഉത്തരം 3 ആണ്. ഉത്തരം 3. വിശദീകരണ വീഡിയോയിൽ ഞാൻ പിന്നീട് ഇത് ഓരോന്നും ക്ലാസ്സുകളായിട്ട് തന്നെ ഇടാം. അടുത്ത ചോദ്യം, കഥകളും കഥാകൃത്തുക്കളുമാണ് ചേരുംപടി ചേർക്കുക. ചാരുമാനം, കെനിയാസാൻ, ചൂണ്ടക്കാരൻ, രാമച്ചി എന്നിവയാണ് കഥകൾ നൽകിയിരിക്കുന്നത്. പട്ടിക 2-ൽ അമൽ, വിനോയ് തോമസ്, GR ഇന്ദുഗോപൻ, പ്രിൻസ് ഐമനം, S ഹരീഷ് എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എഴുതാൻ ശ്രമിക്കുക. സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാമച്ചി. അത് എഴുതിയ അതേ എഴുത്തുകാരൻ, കഥ എഴുതിയ അല്ലെ കഥാകൃത്തിന് തന്നെ മികച്ച നോവലിനുള്ള പുരസ്കാരവും അടുത്തു തന്നെ കിട്ടുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ആയിട്ടുള്ള പുറ്റ് എഴുതിയത് അദ്ദേഹമാണ്. രാമച്ചി എഴുതിയത് വിനോയ് തോമസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പുറ്റ് എഴുതിയത് വിനോയ് തോമസ് തന്നെയാണ്. ഇനി ഇതിനകത്തെ അടുത്ത ഒരു പോയിന്റിൽ വരുന്നത് കെനിയാസാൻ എഴുതിയത് അമലാണ്. കെനിയാസാൻ അമൽ പിരപ്പൻകോടിന്റെ കഥയാണ്. ആ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ D2, B1 വരുന്ന ഓപ്ഷനുകൾ നോക്കുക. D2, B1 വന്നിരിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, 4 ആണ്. ഞാൻ എങ്ങനെ ഉത്തരം അറിയുന്നതിൽ നിന്ന് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞത്. മറ്റു കഥകൾ കൂടി നോക്കണം. A4 ചാരുമാനം എഴുതിയത് പ്രിൻസ് ഐമനമാണ്. ചൂണ്ടക്കാരൻ എഴുതിയത് S ഹരീഷ് ആണ്. GR ഇന്ദുഗോപന്റെ കഥകളൊന്നും ഇതിൽ നൽകിയിട്ടില്ല. ഒരുപാട് കഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. വിശദീകരണ വീഡിയോയിൽ കൂടുതലായിട്ട് പറഞ്ഞു തരാം. അടുത്ത ചോദ്യം, ആദ്യ പ്രസാധനത്തിന്റെ അടിസ്ഥാനത്തിൽ CN ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങൾ ഏതൊക്കെയെന്നാണ്. സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, ഏട്ടിലെ പക്ഷു, കലി. സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, ഏട്ടിലെ പശു, കലി. ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. ഇവിടെ കാലക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രസിദ്ധീകരണ കാലത്തിനനുസരിച്ചാണ് നാടകങ്ങളുടെ ഗണം ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 4 ആണ്. 4. ഏട്ടിലെ പശു, കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി, കലി. ഉത്തരം 4 ആണ്. അടുത്ത ചോദ്യം, പുനരാവിഷ്കാര
അതായത് റീമേക്ക് സിനിമകളുടെ ശരിയായ ഗണം ഏത്? പുനരാവിഷ്കാര അല്ലെങ്കിൽ റീമേക്ക് സിനിമകളുടെ ശരിയായ ഗണം ഏത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്നത് യവനിക, ചട്ടക്കാരി, നീലത്താമര, കടവ്, നിദ്ര. ഇതിലെ ചോദ്യത്തിലെ റീമേക്കുകളാണ് അറിയേണ്ടത്. എഴുതാൻ ശ്രമിക്കുക. ചട്ടക്കാരിയാണ് ഒരു സിനിമ, മറ്റൊന്ന് നീലത്താമരയാണ്, മറ്റൊന്ന് വരുന്നത് നിദ്രയാണ്. ഒരിക്കൽ സിനിമയായിട്ട് പിന്നീടത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മറ്റ് സിനിമാ നടീനടന്മാരാൽ അഭിനയിക്കപ്പെട്ട് അതേ കഥ തന്നെ വരുന്നതാണ്, സ്ക്രീനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ വെള്ളിത്തിരയിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ റീമേക്ക് എന്ന് പറയുന്നത്. ചട്ടക്കാരി എന്ന് പറഞ്ഞതിൽ റീമേക്ക് വന്നപ്പോൾ ഷംന കാസിമൊക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നത്. നീലത്താമര അർച്ചന കവിയുടെ ആദ്യത്തെ സിനിമയാണ്, കൈലാഷ് അർച്ചന കവി. നിദ്ര അഭിനയിച്ചിരിക്കുന്ന സിദ്ധാർത്ഥ വരദനും റീമ കല്ലിങ്കലുമാണ് റീമേക്കുകളിൽ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താവുന്നതാണ്. യവനിക, കടവ് എന്നിവ റീമേക്ക് ചെയ്തിട്ടില്ല. ഉത്തരം 3 ആണ്. അടുത്ത ചോദ്യം, എന്താണീ ജീവിതം അവ്യക്തമായൊരു സുന്ദരമായ വളക്കിലുക്കം? ഏത് കവിയുടെ വരിയാണിത്? എന്താണീ ജീവിതം അവ്യക്തമായൊരു സുന്ദരമായ വളക്കിലുക്കം. പി കുഞ്ഞിരാമൻ നായർ, ജി ശങ്കരക്കുറുപ്പ്, ഇടപ്പള്ളി രാഘവൻ പിള്ള, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഉത്തരം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഉത്തരം. അടുത്ത ചോദ്യം, എഴുത്തുകാരും കൃതികളും ചേരുംപടി ചേർക്കുക. പട്ടിക 1 ജെ ദേവിക, പി ഗീത, എസ് ശാരദകുട്ടി, സാറ ജോസഫ്. പട്ടിക 2 എഴുത്തമ്മമാർ, വീട്ടമ്മ ഒരു സ്ത്രീ വിചാരം, നമ്മുടെ അടുക്കള തിരിച്ചു പിടിക്കുക, പൗരിയുടെ നോട്ടങ്ങൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ പെൺവിനിമയങ്ങൾ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം 3 ആണ്. A4 ജയദേവിക, പൗരിയുടെ നോട്ടങ്ങൾ എഴുതിയത് ജയദേവിക, എഴുത്തമ്മമാർ പി ഗീത, എസ് ശാരദകുട്ടിയുടെയാണ് പെൺവിനിമയങ്ങൾ എന്നുള്ളത്, നമ്മുടെ അടുക്കള തിരിച്ചു പിടിക്കുക സാറ ജോസഫ്. ഇതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പഠന മേഖലയും ഗ്രന്ഥങ്ങളും. പട്ടിക 1 നാടൻ കലാപഠനം, ചലച്ചിത്ര പഠനം, കൂടിയാട്ട പഠനം, നാടക പഠനം. പട്ടിക 2 നാട്യകൽപദ്രുമം, രംഗഭാഷ, നമ്മൾ നടന്ന വഴികൾ, മലകളിൽ മഞ്ഞു പെയ്യുന്നു, മുഖദർശനം. ഈ ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല ചേരുംപടികളിലും വരുന്ന കൃതികളാണ് ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് പഠനമാണെന്നും അതുപോലെ ഈ കൃതികൾ ആരെഴുതിയെന്നും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് നാടൻ കലാപഠനം. നാടൻ കലാപഠനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏത് വരുന്നു എന്നുള്ളത് നോക്കണം. നാടൻ കലാപഠനം വരുന്നത് മുഖദർശനം. ചലച്ചിത്ര പഠനമായിട്ട് വരുന്നത് മലകളിൽ മഞ്ഞു പെയ്യുന്നു. കൂടിയാട്ട പഠനമാണ് നാട്യകൽപദ്രുമം. ആ ഒരു പേരിൽ നിന്ന് ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 1ഉം 3ഉം ഓപ്ഷൻ ആണ്, 2 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. മറ്റുള്ളവ കണ്ടെത്തണം. അടുത്തത് നാടക പഠനമാണ്. നാടക പഠനം അതും അറിയായിരിക്കും. രംഗഭാഷ C1 D2 എന്നതാണ് 1ഉം 3ഉം ഓപ്ഷനുകളിൽ കാണാൻ കഴിയുന്നത്. ഉത്തരമായിട്ട് വരുന്നത് 3 ആണ്. ഉത്തരം 3.
അടുത്ത ചോദ്യം, ഇത്തരമൊരു സന്ദർഭത്തിൽ നാം വളരെ ഉറച്ച ഒരു നില എടുക്കുന്നില്ലെങ്കിൽ സംസ്കാരമുള്ള ലോകത്തിന്റെ കണ്ണിൽ നാം നാണം കെട്ടവരായി തീരും. ഏത് സന്ദർഭത്തെ മുൻനിർത്തിയാണ് ലോർഡ് ഹാരിസ് തിരുവിതാംകൂർ രാജാവിന് ഇങ്ങനെ എഴുതിയത്? ഓപ്ഷൻസ്: മേൽമുണ്ട് പ്രക്ഷോഭം, പ്രാകൃതമായ ശിക്ഷാരീതികളെക്കുറിച്ച്, അടിമ സമ്പ്രദായത്തെക്കുറിച്ച്, സതി സമ്പ്രദായത്തെക്കുറിച്ച്. ഉത്തരം ഒന്നാണ്, മേൽമുണ്ട് പ്രക്ഷോഭം. ഇത്തരം ഒരു സന്ദർഭത്തിൽ നാം വളരെ ഉറച്ച ഒരു നില എടുക്കുന്നില്ലെങ്കിൽ സംസ്കാരമുള്ള ലോകത്തിന്റെ കണ്ണിൽ നാം നാണം കെട്ടവരായി തീരും എന്നുള്ളതാണ് ലോർഡ് ഹാരിസ് തിരുവിതാംകൂർ രാജാവിന് എഴുതിയതിന്റെ കാരണം മേൽമുണ്ട് പ്രക്ഷോഭമാണ്. ക്രമദീപികയിലെ പ്രതിപാദ്യമാണ് അടുത്ത ചോദ്യം. ഹസ്തമുദ്രകൾ, രംഗാവതരണ നിർദ്ദേശങ്ങൾ, വേഷവിധാനം, ശ്ലോകങ്ങളുടെ സ്വരരാഗ വിവരണം, അഭിനയ രീതികൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ABC മാത്രം, ACD മാത്രം, BCD മാത്രം, ABD മാത്രം. ആട്ടപ്രകാരവും ക്രമദീപികയും എന്ന് പറയുന്നതിൽ നിന്നുള്ള ചോദ്യമാണ്. കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു ആട്ടപ്രകാരവും ക്രമദീപികയും. ആടേണ്ടുന്ന ക്രമവും അവതരണത്തിലെ ക്രമവും ഒക്കെ വരുന്നതാണ്. ഏറ്റവും പഴയ ആട്ടപ്രകാരം മന്ത്രാംഗമാണ്. നമ്പ്യാൻ തമിഴ് പറയുന്നത് ആട്ടപ്രകാരം ക്രമദീപിക അതുമായി ബന്ധപ്പെട്ടാണ്. മാർദ്ദംഗികന്മാരുടെ തമിഴ് അല്ലെങ്കിൽ നമ്പ്യാൻ തമിഴ് വരുന്നത് ഇതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പൊ ക്രമദീപികയിലെ പ്രതിപാദ്യമായിട്ട് വരുന്നത് 3 BCD: രംഗാവതരണ നിർദ്ദേശങ്ങൾ, വേഷവിധാനം, ശ്ലോകങ്ങളുടെ സ്വരരാഗ വിവരണം. ഇവിടെ ആട്ടപ്രകാരം എന്ന് പറയാൻ ആടുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് ചടങ്ങുകളും ഒക്കെ വരുന്നതാണ്. ഈ ക്രമം നൽകുന്നതാണ് ഈ ക്രമദീപിക എന്നോർക്കുക. ഉത്തരം 3. അടുത്ത ചോദ്യം, ആയഞ്ചേരി വല്യശമാൻ എന്ന നാടകം എഴുതിയത്? ആയഞ്ചേരി വല്യശമാൻ എന്ന നാടകം രചിച്ചത് വിദ്വാൻ P. കേളുനായർ, കാവാലം നാരായണ പണിക്കർ, നരേന്ദ്രപ്രസാദ്, TP സുകുമാരൻ. ഉത്തരം 4, TP സുകുമാരൻ. അടുത്ത ചോദ്യം, പ്രസിദ്ധീകരണ കാലമനുസരിച്ച് ആദ്യകാല പ്രസിദ്ധീകരണങ്ങളുടെ ഗണം. ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ജ്ഞാനനിക്ഷേപം, രാജ്യസമാചാരം, വിദ്യാസംഗ്രഹം, കവനോദയം, വിവേകോദയം. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. ഇതിനകത്ത് ഒന്നാമതായിട്ട് വരുന്ന മാസിക അല്ലെങ്കിൽ ആദ്യകാല പ്രസിദ്ധീകരണം, പത്രം എന്നൊക്കെ പറഞ്ഞു വരുന്നത് രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം. അതുകൊണ്ട് തന്നെ B എന്ന് ആരംഭിക്കുന്ന ഓപ്ഷനിലേക്ക് പോയാൽ മതി. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. കാരണം ഒരേ ഒരു ഓപ്ഷനെ Bയിൽ ആരംഭിക്കുന്നുള്ളൂ. മറ്റെല്ലാ ഓപ്ഷനുകളും മറ്റ് ലെറ്റേഴ്സിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ഉത്തരം. രാജ്യസമാചാരം 1847 ജൂണിലാണ് വരുന്നത്. രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടർട്ട് ആണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. രാജ്യസമാചാരം, അതിനുശേഷം വരുന്നത് ജ്ഞാനനിക്ഷേപം, മൂന്നാമത് വരുന്ന വിദ്യാസംഗ്രഹം, പിന്നീട് വരുന്ന കവനോദയം, പിന്നീട് വിവേകോദയം. അടുത്ത ചോദ്യം, എന്റിവണ്ണം തൊഴുതു കമലാവല്ലഭം വാഴ്ത്തി മെല്ലെ ചെണ്ട ശ്രീമണ്ഡപ ഭുവി മനോമോഹനം കൂത്തുകണ്ട്. ശ്രീമണ്ഡപത്തിലെ കൂത്തിനെ കുറിച്ചുള്ള ഈ പ്രസ്താവം ഏത് കൃതിയിൽ നിന്ന്? ചോദ്യത്തിന്റെ ഓപ്ഷൻ നോക്കാം. ഉണ്ണുനീലി സന്ദേശം, ഉണ്ണി ആടി ചരിതം, കോക സന്ദേശം, ഉണ്ണി അച്ചി ചരിതം. ഇവിടെ നിങ്ങൾ നോക്കുക, ഉണ്ണിച്ചിരുദേവി ചരിതം നൽകിയിട്ടില്ല. കൂത്ത്, അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, ഗാഥ തുടങ്ങിയവയൊക്കെ വരുന്ന
പ്രാചീന ചമ്പുവാണ് ഉണ്ണിച്ചിരുദേവി ചരിതം. എന്നാൽ അത് നൽകാത്തടത്തോളം ഉണ്ണിനീലി സന്ദേശത്തിലോ ഉണ്ണിയാടി ചരിതത്തിലോ ഉണ്ണിയച്ചി ചരിതത്തിലോ കൂത്തിനെ കുറിച്ച് വരുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം. പിന്നീട് കൂത്തിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു കൃതി എന്ന് പറഞ്ഞാൽ സന്ദേശകാവ്യമായിട്ടുള്ള കോക സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം കോക സന്ദേശം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാലക്രമം അനുസരിച്ച് സത്യാഗ്രഹങ്ങളുടെ ഗണമാണ് ചോദിച്ചത്. ഇതും സ്ഥിരം ചോദ്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം എന്നിവയാണ് ചോദ്യത്തിലുള്ളത്. BCAD, CBDA, BDCA, ACBD എന്നിവയാണ് സത്യാഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം PCAD എന്നതാണ്. വൈക്കം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം എന്നിവയാണ്. അടുത്ത ചോദ്യം. പുനത്തിൽ കുഞ്ഞബ്ദുള്ള തന്റെ രചനകളിലൂടെ മലയാള സാഹിത്യത്തിൽ പ്രതിഷ്ഠിതമാക്കിയ ഇടം ഡൽഹി, നൈനിറ്റാൾ, അലിഗഡ്, ബോംബെ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു സ്ഥലമാണ് അലിഗഡ്. ഉത്തരം അതുകൊണ്ട് തന്നെ അലിഗഡ് ആണ്. ഡൽഹി കൂടുതലായിട്ട് വരുന്ന കൃതികൾ എഴുതിയിരിക്കുന്നത് M. മുകുന്ദനാണ്. ഡൽഹി അങ്ങനെ ഓർക്കണം. നൈനിറ്റാള് വന്നിരിക്കുന്നത് മഞ്ഞ് എന്ന് പറഞ്ഞ കൃതിയിലാണ്. നൈനിറ്റാൾ. ബോംബെ ആധാരമാക്കിയിട്ടുള്ള കൃതികൾ എന്ന് പറഞ്ഞാല് ബോംബെ ആധാരമാക്കി ഒന്ന് വരുന്നത് ആൾക്കൂട്ടമാണ്, ആനന്ദിന്റെ ആൾക്കൂട്ടം. പിന്നെ മറ്റ് ചെറുകഥകളിലേക്കൊക്കെ വരികയാണെങ്കിൽ NS മാധവന്റെ ചെറുകഥ വന്നിട്ടുണ്ട്. വിലാപ്പുറങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ ബോംബെ ആധാരമാക്കിയാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഓരോ സ്ഥലങ്ങൾ. ഓരോന്നും ചോദിക്കാറുണ്ട്. ഇപ്പം മലയാള സാഹിത്യത്തിൽ തന്നെ കൂടല്ലൂരിന്റെ കഥാകാരൻ, കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് MT വാസുദേവൻ നായരുടേതായിട്ടാണ്. കണ്ടാണിശ്ശേരി വരുന്നത് തട്ടകത്തിലാണ്, കോവലിന്റെ തട്ടകം. അതുപോലെ പെരുമ്പാടി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് പുറ്റിലാണ്. വിനോയ് തോമസ് എഴുതിയിട്ടുള്ള നോവലാണ് പുറ്റ്. അതുപോലെ തച്ചനക്കര സ്ഥലം വരുന്നത് മനുഷ്യനൊരാമുഖമാണ്, സുഭാഷ് ചന്ദ്രൻ. അങ്ങനെ സ്ഥലപ്പേരും ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുപോലെ അതിരാണിപ്പാടം എന്ന് പറഞ്ഞത് വരുന്നത് ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാടാണ്. തൃക്കോട്ടൂർ എന്ന് പറയുന്ന ദേശം വരുന്നത് UA ഖാദർ ആണ്. എന്റെ ഓർമ്മയിൽ നിന്നുള്ള കുറച്ചെണ്ണമാണ് പറഞ്ഞത്. ഓരോ നോവലുകളും കഥകളും എഴുതുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, പരിചിതമാക്കി തരുന്ന സ്ഥലങ്ങൾ. അവ പലപ്പോഴും പരീക്ഷയ്ക്ക് വരും. അങ്ങനെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടേതായിട്ട് വരുന്നതാണ് അലിഗഡ് എന്ന് ഓർക്കുക. അടുത്തത്, രചനാകാലം അനുസരിച്ച് താഴെ പറയുന്ന കൃതികളുടെ ഗണം: വേദതർക്കം, ജ്ഞാനമുത്തുമാല, സംക്ഷേപ വേദാർത്ഥം, വർത്തമാന പുസ്തകം, സത്യവാദ ഖേദം. ഇതിനകത്ത് സംക്ഷേപ വേദാർത്ഥം വരുന്നത് 1772 അതിനു മുൻപ് 1768 വേദതർക്കം വരുന്നത്. വർത്തമാന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ കാലം 1936. അപ്പൊ ഇവിടെ രചനാകാലം അനുസരിച്ചാണ് ചോദിച്ചത്. ഇതിന്റെ ഓപ്ഷൻസ് ADBC, BDECA, DECBA, ACBDE എന്നിവയാണ്. ഉത്തരം 4. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രചനാകാലം അനുസരിച്ച് താഴെ പറയുന്ന കൃതികളുടെ ഗണമാണ്, പ്രസിദ്ധീകരണ കാലം അനുസരിച്ചല്ല. അപ്പൊ അത് വെച്ചിട്ടാകുമ്പോൾ നമ്മളുടെ ഉത്തരം കുറച്ച് വ്യത്യാസം വരും. രചനാകാലം അനുസരിച്ച് ഉത്തരം 4. A ഒന്നാമതായിട്ട് വേദതർക്കം, രണ്ടാമത് C ആണ് സംക്ഷേപ വേദാർത്ഥം, 3 B ആണ് ജ്ഞാനമുത്തുമാല, 4 D ആണ് വർത്തമാന പുസ്തകം, 5 സത്യവാദ ഖേദം. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരിക.
അടുത്ത ചോദ്യം, 1930കളുടെ അന്ത്യത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച 3 സംഭവങ്ങൾ ഏതൊക്കെയെന്നാണ്. കാലഘട്ടം നോക്കുക. 1930, അതിന്റെ അന്ത്യത്തിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 35 താഴോട്ട് നോക്കിയാൽ മതി. ആ വർഷങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. എ, തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം. ബി, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ രൂപീകരണം. സി, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം. ഡി, ജീവൽ സാഹിത്യ സമിതിയുടെ ഉദയം. ഇ, വിമോചന സമരം. ഇതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എ ബി ഡി, എ ബി ഇ, ബി സി ഇ, ബി ഡി ഇ എന്നിവയാണ്. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് 1 എ ബി ഡി ആണ്. അതായത് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടക്കുന്നത്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ രൂപീകരണം അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. പിന്നീട് ജീവൽ സാഹിത്യ സമിതിയുടെ ഉദയം വരുന്നത് 1937 ഈ ഒരു ജീവൽ സാഹിത്യ സമിതി എന്ന് പറയുന്നതാണ് പിന്നീട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ ആയി പേരുമാറി മാറുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം എ ബി ഡി എന്നുള്ളതാണ്. അപ്പൊ വർഷം പഠിച്ചിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഓരോ സംഭവങ്ങളുടെയും വർഷം കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഒന്ന് കാര്യവും മറ്റുള്ളവ കാരണങ്ങളുമാണ്. കാര്യം, കാൽപ്പനികതയുടെ മിഴിവും പ്രകാശവും കുമാരനാശാന്റെ കവിതകൾ ദൃശ്യമാക്കുമ്പോഴും പാരമ്പര്യത്തിന്റെ അവശിഷ്ടങ്ങൾ പലതും ആ കവിതയിലുണ്ട്. കാൽപ്പനികതയുടെ മിഴിവും പ്രകാശവും കുമാരനാശാന്റെ കവിതകൾ ദൃശ്യമാക്കുമ്പോഴും പാരമ്പര്യത്തിന്റെ അവശിഷ്ടങ്ങൾ പലതും ആ കവിതയിലുണ്ട്. കാരണങ്ങൾ, സംസ്കൃത പദബഹുലത, ദുരാന്വയ ക്ലിഷ്ടമായ കാവ്യഭാഷ, ശ്രദ്ധേയമായ ആദ്യകാല കൃതികൾ സംസ്കൃത വൃത്തത്തിൽ എഴുതി, പൗരാണിക പ്രമേയങ്ങളോടുള്ള ആസക്തി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സംസ്കൃത പദബഹുലത എന്നുള്ളത് ശരിയാണ്. കാര്യം ശരിയാണ്. കാരണം എ ശരിയാണ്. ദുരാന്വയ ക്ലിഷ്ടമായ കാവ്യഭാഷ ശരിയാണോ? ചിലപ്പോഴൊക്കെ. അപ്പൊ അത് ശരി എന്ന കൂട്ടത്തിൽപ്പെടുത്താം. അതുപോലെ ശ്രദ്ധേയമായ ആദ്യകാല കൃതികൾ സംസ്കൃത വൃത്തത്തിൽ എഴുതി, അതും ശരിയാണ്. ആദ്യകാല കൃതികൾ സംസ്കൃത വൃത്തങ്ങളിലാണുള്ളത്. അടുത്ത ഓപ്ഷൻ നൽകിയത് പൗരാണിക പ്രമേയങ്ങളോടുള്ള ആസക്തിയാണ്. അപ്പൊ അത് ആലോചിച്ച് നോക്കുമ്പോൾ വീണപ്പൂവ് തൊട്ട് ഇങ്ങോട്ട് നോക്കുക. വീണപ്പൂവ്, ലീല, നളിനി, വീണലീഗ്ര, പ്രജദുജഗ്ര എന്നുള്ള ആ കോഡ് വെച്ച് നോക്കണം. അതിനകത്ത് ഏതെങ്കിലും പിന്നെ ഞാൻ മുൻപ് അതിന്റെ ഏതൊക്കെയാണ് എന്നുള്ള വിശദീകരിച്ച് വേറെ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കോഡ് പറയുന്നത്. നിങ്ങളത് പഠിച്ചു കാണുമല്ലോ. വീണപ്പൂവ്, നളിനി, ലീല, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, അങ്ങനെ തുടങ്ങുന്നതാണ്. കവിതകളുടെ എണ്ണം നോക്കുക. എവിടെയെങ്കിലും പൗരാണിക പ്രമേയങ്ങളോടുള്ള ആസക്തി കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ശരി. കാര്യം ശരി. കാരണങ്ങൾ എയും ബിയും സിയും ശരി. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളെ സംബന്ധിച്ച് സാമാന്യമായി പറയാവുന്നവ: ഗുണപാഠ പ്രധാനം, കെട്ടുകഥകളുടെ സ്വഭാവം, സംഭവ വിവരണം, സാമൂഹിക പരിഷ്കരണം, രാഷ്ട്രീയ പ്രമേയങ്ങൾ. ശരിയായ ഉത്തരം എ ബി സി, എ ഡി ഇ, ബി സി ഇ, ബി സി ഡി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ടത് ആദ്യകാല ചെറുകഥകളുടെ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ചെറുകഥകളെ എല്ലാം ഒന്ന് ഓർക്കുക. വാസന വികൃതിയിൽ തുടങ്ങുന്ന ആദ്യകാല ചെറുകഥകളെ കുറിച്ച് ഓർക്കുക. അതിൽ നിന്ന് നിങ്ങൾ ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരണം. ഗുണപാഠ പ്രധാനമായിട്ടുള്ള ചെറുകഥകളായിരുന്നു പ്രധാനമായിട്ടും നൽകിക്കൊണ്ടിരുന്നത്. കെട്ടുകഥകളുടെ സ്വഭാവം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒടുവിലിന്റെ ഒക്കെ കഥകൾ കെട്ടുകഥകളുടെ രൂപഭാവങ്ങളോട് കൂടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സംഭവ വിവരണം എല്ലാം ഒരു സംഭവ വിവരണമായിരുന്നു. സാമൂഹിക പരിഷ്കരണമോ രാഷ്ട്രീയ പ്രമേയമോ ഉദ്ദേശിച്ചിട്ടുള്ളവയല്ല ഒന്നും. അതുകൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ എ ബി സി ആണ് ആൻസർ ആയിട്ട് വരിക. ഉത്തരം 1. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഭാഷയ്ക്കുണ്ടായ രോഗം മൂലമാണ് മിത്ത് അല്ലെങ്കിൽ പുരാവൃത്തം ജനിക്കുന്നതെന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത് മാക്സ് മുള്ളർ, ലെവി സ്ട്രോസ്,
ആൻഡ്രൂ ലാങ്, അലൻ ഡണ്ടസ്. മാക്സ് മുള്ളർ, ലെവി സ്ട്രോസ്, ആൻഡ്രൂ ലാങ്, അലൻ ഡണ്ടസ്. അപ്പൊ ഇത് നാടൻ. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഫോക്ലോറിൽ നിന്നാണ്. ഉത്തരമായിട്ട് വരുന്നത് മാക്സ് മുള്ളർ ആണ്. ഉത്തരം മാക്സ് മുള്ളർ, ഓപ്ഷൻ 1 ഭാഷയ്ക്കുണ്ടായ രോഗം. ഇത് ഇതിനു മുൻപ് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായ 99 വെള്ളപ്പൊക്കം ഏത് ക്രിസ്തു വർഷമാണെന്നാണ് ചോദ്യം. 1899 AD, AD 1919, AD 1924, AD 1934 എന്നുള്ളതാണ് ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന വർഷങ്ങൾ. അപ്പോൾ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് AD 1924 എന്നുള്ളതാണ്. മറ്റു ചില കാരണങ്ങൾ കൊണ്ടുകൂടി 1924 പ്രത്യേകതയുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അടുത്ത വിശദീകരണ വീഡിയോയിൽ ഞാൻ ഇടാം, കിട്ടിയില്ലെങ്കിൽ. 1924 കേരള സംസ്കാരത്തിലെ ചരിത്ര സംഭവങ്ങളുമായിട്ട് ബന്ധമുണ്ട്. വെള്ളപ്പൊക്കം മാത്രമല്ലാത്ത ബന്ധം. അതുകൊണ്ട് നിങ്ങളത് ഒന്ന് തിരക്കുക. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ 3. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി ആര്? വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി ആര്? വിപ്ലവ കവികൾ എന്ന് ചോദിച്ച് തരാറുണ്ട് ചോദ്യം. വിപ്ലവ കവികളായിട്ട് പറഞ്ഞിരിക്കുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 3 പേരാണ് വയലാർ, പി ഭാസ്കരൻ, ONV. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്ന ഒരു വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ചതിൽ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. 4 പേരെ തന്നതിൽ ഒന്ന് പുതുശ്ശേരി രാമചന്ദ്രൻ സാറിനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഉത്തരം വയലാറാണ്. വയലാറിന്റെ ഒരു കവിതയുടെ വരിയാണ് വാളല്ലൻ സമരായുധം എന്ന രീതിയിൽ തുടങ്ങുന്നത്. അടുത്ത ചോദ്യം, ദലിത് സൗന്ദര്യശാസ്ത്രം, ദലിത് പഠനം, സ്വത്വം, സംസ്കാരം, സാഹിത്യം എന്നീ പഠന ഗ്രന്ഥങ്ങൾ രചിച്ചത് ആര്? KC പുരുഷോത്തമൻ, TKC വടുതല, പ്രദീപൻ പാമ്പിരിക്കുന്ന, കവിയൂർ മുരളി. ഇവിടെ ഉത്തരം വരുന്നത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലെ 4 ഓപ്ഷനുകൾ നോക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഓപ്ഷനുകളാണ് ഈ 2, 3, 4 എന്നുള്ളത്. മിക്കവാറും ചോദ്യങ്ങളിലൊക്കെ എപ്പോഴും കാണുന്ന 2 പേരാണ് പ്രദീപൻ പാമ്പിരിക്കുന്ന, കവിയൂർ മുരളി. അതുകൊണ്ട് തന്നെ പ്രത്യേകം അവരുടെ കൃതികളെല്ലാം പഠിച്ചിരിക്കണം. അവരുടെ സംഭാവനകളായിട്ട് നാടക സംഭാവനകൾ, ദലിത് സാഹിത്യത്തിലെ സംഭാവനകളൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ ഉത്തരം വരുന്നത് 3. പ്രദീപൻ പാമ്പിരിക്കുന്ന എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം പട്ടിക 1, പട്ടിക 2 കവിതകളും കവികളുമാണ്. നരനു നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പതു തീണ്ടലാണ് പോലും. ഇത് ചോദ്യം ഒരുപാട് വന്നതാണ്. നരനു നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പതു തീണ്ടലാണ് പോലും. അടുത്തത് നോക്കുക, മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയെന്നോർത്തു വൃഥാ ഭയപ്പെടും. ആ വരികളുടെ ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടി കാണേണ്ടതാണ്. കാരണം മുൻകാല ചോദ്യപേപ്പർ പരിചയപ്പെടുത്തിയ മറ്റു വീഡിയോകളിൽ ഞാൻ ഇതുപോലെ ഇതേ ട്യൂണിൽ വരികൾ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ട്യൂണ് വെച്ച് വേണം നിങ്ങൾ അതിലെ വരികൾ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. എന്തിനു ഭാരതധരേ കരയുന്നു? പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണുതായേ. അടുത്തത്, സ്ഥിരമാത്മ നിബന്ധനം സുഖം, പരതന്ത്രം സുഖമൊക്കെ ദുഃഖമാ. സ്ഥിരമാത്മ നിബന്ധനം സുഖം, പരതന്ത്രം സുഖമൊക്കെ ദുഃഖമാ. പട്ടിക 2 ലീല, നളിനി, സിംഹനാദം, ഒരു തീയക്കുട്ടിയുടെ വിചാരം, ചിന്താവിഷ്ടയായ സീത. എല്ലാ കൃതികളും ആശാന്റേതാണ്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് നരനു നരൻ അശുദ്ധ വസ്തു പോലും എന്ന് തുടങ്ങുന്ന വരി നളിനിയിലെയാണ്. നരനു നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പതു തീണ്ടലാണ് പോലും നളിനിയാണ്.
മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയെന്നോർത്തു വ്രതാ ഭയപ്പെടും. ഉത്തരം ചിന്താവിഷ്ടയായ സീത എന്നുള്ളതാണ്. എന്തിനു ഭാരതധരേ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധി കൽപ്പിതമാണ് തായേ എന്ന് വന്നിരിക്കുന്നത് ഏതിലെയാണെന്ന് നോക്കുക. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഒരു തീയക്കുട്ടിയുടെ വിചാരമാണ്. നമുക്കിവിടെ കാണുമ്പോൾ സിംഹനാദം എന്നൊക്കെ തോന്നും, പക്ഷെ തീയക്കുട്ടിയുടെ വിചാരത്തിലെയാണെന്ന് ഓർക്കണം. ഇത് മുൻപ് ചോദിച്ച ചോദ്യമാണ്. സ്ഥിരമാത്മനിബന്ധനം സുഖം പരതന്ത്രം സുഖമൊക്കെ ദുഃഖമാം. വരി വന്നിരിക്കുന്നത് ലീലയാണ്, ലീല. അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ 2 ആയിരിക്കാം. ഓപ്ഷൻ A3, B5, ഓപ്ഷൻ 2 ആണ്. ഉത്തരം ഓപ്ഷൻ 2 ആണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യകാല വനിതാ മാസികയായി കണക്കാക്കപ്പെടുന്ന കേരളീയ സുഗുണബോധിനി ഏതു വർഷം എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. 1882 കോഴിക്കോട്ട് നിന്ന്, 1886 തിരുവനന്തപുരത്ത് നിന്ന്, 1892 കൊല്ലത്ത് നിന്ന്, 1896 തൃശ്ശൂരിൽ നിന്ന്. ഉത്തരം വരുന്നത് 2 ആണ്. 1886 തിരുവനന്തപുരത്ത് നിന്നാണ് കേരളീയ സുഗുണബോധിനി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. കേരളീയ സുഗുണബോധിനി ആദ്യം പ്രസിദ്ധീകരിച്ചത് 1886 തിരുവനന്തപുരത്ത് നിന്നുമാണ്. ആദ്യകാല വനിതാ മാസികയാണിത്. പക്ഷേ വനിതകളുടേതായി പ്രസിദ്ധീകരിച്ചതല്ല എന്ന് കൂടി ഓർക്കണം. അടുത്തത്, മുഹ്യുദ്ദീൻ മാലയുടെ കർത്താവ് ആരാണ്? മുഹ്യുദ്ദീൻ മാലയുടെ കർത്താവ് ഓപ്ഷന് നൽകിയിരിക്കുന്നത് ചേറ്റുവ പരീക്കുട്ടി, മോയിൻകുട്ടി വൈദ്യർ, ഖാസി മുഹമ്മദ്, പുലിക്കോട്ടിൽ ഹൈദർ. ചേറ്റുവ പരീക്കുട്ടി, മോയിൻകുട്ടി വൈദ്യർ, ഖാസി മുഹമ്മദ്, പുലിക്കോട്ടിൽ ഹൈദർ. മുഹ്യുദ്ദീൻ മാലയുടെ കർത്താവിനെയാണ് ചോദിച്ചത്. ഉത്തരം 3 ആണ്. ഖാസി മുഹമ്മദിന്റെ കൃതിയാണ് മുഹ്യുദ്ദീൻ മാല. പ്രധാനപ്പെട്ട മാപ്പിളപ്പാട്ട് കലാകാരന്മാരുടെ പേരാണ് നൽകിയിരിക്കുന്നത്, മാപ്പിളപ്പാട്ട് എഴുത്തുകാരായിട്ടുള്ളവരുടെ. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെയും കൃതികളെല്ലാം പഠിക്കണം. ഇതിനു മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിൽ മാപ്പിളപ്പാട്ടിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും നോട്ട് എഴുതി കൂടി പഠിക്കുക. പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും യാത്രയിലാവുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളത് നിങ്ങളുടെ വീഡിയോ സൈഡിൽ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. അപ്പോഴാണ്, വീട്ടമ്മമാരൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ മെമ്മറി കൂടുതൽ വർദ്ധിക്കുക. അല്ലാതെ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങളിത് കേട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ ഗുണം ചെയ്യില്ല. എന്റെ ജീവിതത്തിൽ നിന്നുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളൊരു റെക്കോർഡഡ് വീഡിയോ കേട്ട് നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആ ചോദ്യം കാണുമ്പോൾ തന്നെ അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നിങ്ങൾക്ക് ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. അടുത്ത ഒരു വീഡിയോ വിശദീകരിച്ചിടുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോകും. കാരണം വിശദീകരണ വീഡിയോകൾ ഇടുമ്പോൾ 30 മിനിറ്റ് കൊണ്ട് 4 ചോദ്യങ്ങളൊക്കെ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നുള്ളൂ എന്നത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നത് എന്താണെന്ന് മാത്രം കാണുക എന്നുള്ള ഉദ്ദേശമാണ്. നിങ്ങൾ ഭയക്കാതെ ഈ പരീക്ഷയിൽ നിങ്ങൾ വിജയം കിട്ടുമെന്ന് തന്നെ ഉറപ്പിച്ച് ഇത്തരം ചോദ്യങ്ങളെ പരിശീലിക്കുക. ഇനി 25 ചോദ്യങ്ങൾ കൂടിയാണ് ഈ ചോദ്യപേപ്പറിൽ ബാക്കിയുള്ളത്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ഈ വീഡിയോയുടെ പരിചയപ്പെടൽ അവസാനിപ്പിക്കാം. പിന്നീട് വിശദീകരിച്ചിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ വിഷയങ്ങൾ വീഡിയോകളായിട്ട് നൽകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നിയാൽ അതും കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മലയാളത്തിൽ നെറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ നിങ്ങളത് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോകൾ തയ്യാറാക്കിയിടുന്നതാണ്.